നീരജിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് അവൻ കാർ എടുത്ത് പല നാളായെന്ന് പറഞ്ഞു. സോ നമുക്ക് അതിലൊരു ട്രാവൽ ആവാം. എവിടെ പോകണമെന്നൊന്നുമില്ല, ഒരു റാൻഡമായിട്ട് ഒരു പ്ലേസിലേക്ക് പോകാൻ ഒരു പ്ലാന്. അവിടെ പോയിട്ട് അവിടുത്തെ വൈബ്. അപ്പോൾ ഗേറ്റ് ഇറങ്ങില്ലടാ, കൂട്ടി വെച്ചിട്ട് പോകണം ബോട്ടായി. സോ നമ്മൾ കാർ എടുത്തിട്ട് റാൻഡമായിട്ട് അവിടെ പോകാം. പേപ്പർ കാർ മാക്സിമം നോക്കാം. അടുത്തുള്ള ഡെസ്റ്റിനേഷനാണ്, പെട്രോളിലുണ്ട്. അപ്പം നമുക്ക് പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത്ര നാൾ കയ്യിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതൊരു തകർക്കാം. നമ്മളെ കാർ ഇതാണ്. ഇതെന്താ ഷിഫ്റ്റ് ചെയ്ത് കാർ ഇത് ഡിസയർ നമ്മൾ എടുത്തിട്ടുള്ളത്. കാർ എടുത്തോണ്ട് ഇടിക്കാൻ പറഞ്ഞ പോട്ടെ. വാ വരട്ട്. Come on baby. Come. അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെ വേണമെങ്കിലും പോവാം, പ്രശ്നമില്ല. കേട്ടടങ്ങില്ലേ? അത് ഞാൻ തന്നെ അടയ്ക്കണം. അവൻ്റെ വീട്ടിലുള്ള കാറ് കേട്ടടങ്ങിനെ നമ്മൾ. നില്ല ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇനി കാറിൽ കയറുന്ന പരിപാടികളാണ്. ഓക്കെ ഗൈസ്, കാറിൽ കയറിയിട്ടോ. എവിടെ പോണേ? അരിക്കര പോണോ? പാലത്തിൽ. ഓക്കെ, അപ്പോൾ പാലത്തിൽ പറ്റി കാണാം ചേട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാറിലാണ് ഇരിക്കുന്നത്. നമ്മൾ എവിടെ പോകണമെന്ന് ഒരു ഇതുമില്ല. ഇവന് എവിടെ പോകണമെന്ന് പറഞ്ഞൂടാ. കോപ്പിറൈറ്റ് കം ബ്രോ. ഇല്ലേ ബാഗ് എടുത്തിട്ട് കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പാലത്തിലാണ് പോകണം. അവന് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞു. അവിടെ എടുത്തിട്ട് കഴിക്കാൻ പോകണം. ഇവന് കഴിച്ചിട്ട് നമുക്ക് വേറെ എവിടെയും പോവാം. അപ്പോൾ നമ്മൾ പോയി കൂട്ടുകാരനെ വിളിച്ചു. അവൻ പെരിഞ്ചനം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഈ പാലത്തിലെത്തിയിട്ടുണ്ട്. ഇതെവിടെ? കുമരംകുടി പാലം എത്തിയിട്ടുണ്ട്. ഇവന് രണ്ട് നമ്മൾ ഗൈസ് നമ്മൾ അത് അപ്പോഴാണ് കുളിച്ചത്. അവിടെയാണ് വീട്. അപ്പോൾ ഇവിടെ ബേസിക്കലി എനിക്ക് നീന്താറുണ്ടാ. സോ ഇവന്മാർ കുളിച്ചു, ഞാൻ അവിടെ കരയിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. അതും കഴിഞ്ഞിട്ട് നേരെ ഫുഡും കഴിച്ചിട്ട് ഇവിടെ പേച്ചിപ്പാറ പോയിട്ട് കാണാം. ബൈ. നമ്മളിതാ പോയിക്കൊണ്ടേയിരിക്കുന്നു. എത്തണമില്ല ഒരിക്കലും. ഓട്ടിക്കുന്നത് ഭയങ്കര സ്ലോ. എന്തിനും ഓട്ടിക്കണെന്തോ. അവിടെ മലയുടെ മണ്ടയിൽ കയറ്റാന്നൊക്കെ പറയുന്നു. ഈ എങ്ങനത്തെ ഡ്രൈവിംഗ് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കി. എന്തോന്നു ഭയങ്കര വിശപ്പുണ്ട്. ചായ കുടിച്ചു മാമ. ശരി, അങ്ങോട്ട് വിടും. നമ്മൾ അന്ന് വേഗടയിൽ കൊലശേരം ബസ് അവിടെയൊക്കെ ബാലാരി 86 കൊലശേരം എന്നും കാണൂല. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് സ്കൂൾ വിട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഭയങ്കര ചൂടേ. ഈ വണ്ടി ഇല്ല, ഇവിടെ ആക്സിഡന്റ് ആയി. അപ്പോ ഗവൺമെന്റ് അവിടെ പോകണം. അന്ന് പോയ കടയിൽ പോകാം. ഗവൺമെന്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സർബത്തെ കുറിച്ചിട്ട് പോവാം. പോയിട്ട് നമുക്ക് നേരെ തിരിച്ചു വരുമ്പം കഴിക്കാം. സോ 4:30 വരണം. അങ്ങനെ ചായയും കടിയും കുടിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ സർബത്ത് കുടിക്കാനാണ് പ്ലാൻ ഇട്ടേ, പക്ഷേ വേണ്ടെന്ന് വെച്ചു. സോ ഒരു ഈവനിങ് 4 മണിയായി. സോ നമുക്ക് ചായയും ഒരു പലഹാരം കഴിച്ചിട്ട് മുളക് ബജി, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ കഴിച്ചിട്ട് ചേച്ചി പറയുന്നത് എത്തുമാന്നു എനിക്കറിഞ്ഞൂടാ. ഇവനെ ഡ്രൈവിങ്ങിൽ ഓട്ടിക്കാനേ അറിഞ്ഞൂടാ. ഇതിന് ഞാൻ ബെറ്റർ എത്രയോ നല്ല ഓട്ടിക്കുന്നു. ഗിയർ ഇടാറുണ്ട്. എൻ്റെ അടുത്ത് കേൾക്കണം സെക്കൻഡ് ഗിയർ എങ്ങനെ ഇടുന്നു. അയ്യോ, ക്യാമറ എടുക്കുമ്പോഴും സംസാരം വരില്ല. അല്ലാത്ത സമയം ഗുണ എന്താ സംസാരിക്കും. നീ ബ്ലോഗ് എടുത്താൽ സംസാരിക്കേ. മാറുമ്പല്ല നമ്മൾ സംസാരിക്കണം. സംസാരിച്ചാൽ മതി. അത് പറ്റൂല.
ഗൈസ്, അപ്പം നമ്മൾ പേച്ചിപ്പാറ ഡാമിൽ എത്തിയിട്ടുണ്ട്. സോ സാർ എന്തൊരു പറഞ്ഞതെന്ന് വെച്ചാൽ പാർക്കിംഗ് ചാർജ് ആരും ഞാൻ കൊടുക്കത്തില്ല. ഇപ്പോൾ 25 രൂപയും കൊടുത്തിട്ട് നടന്നു വരണം. പാവാൻ പറ്റത് അതില്ല. ഇവിടെ പേച്ചിപ്പാറ നമുക്ക് കയറില്ലല്ലോ. ഈ വെള്ളം അവിടെ ഇല്ല, ഇവിടെ പെരിഞ്ചാണി. അതില്ല. പിന്നെ പേച്ചിപ്പാറ നമുക്ക് താലൂക്ക് മാറും. അല്ലെങ്കിൽ നമുക്ക് പറയരുത്. നീ എല്ലാ ഇടം നിന്റെ ഫാദറിന്റെ ഇടം പറഞ്ഞാൽ കിട്ടും. സറൗണ്ടിങ് സറൗണ്ടിങ് അല്ല, താലൂക്ക് ആയതുകൊണ്ട് പൊട്ട സറൗണ്ടിങ് നമ്മളെ താലൂക്ക് സറൗണ്ടിങ് അല്ല. അത് ഇത്രയും കിലോമീറ്റർ ഉണ്ട്, അതനുസരിച്ച് കിട്ടും താലൂക്ക് അനുസരിച്ച്. സറൗണ്ടിങ് അല്ലേ, സറൗണ്ടിങ് സറൗണ്ടിങ് തന്നെ. കിലോമീറ്റർ സറൗണ്ടിങ് ആയിട്ടില്ല വരും. വില്ലേജ് ഉണ്ട്, ഓരോ വില്ലേജ് ഉണ്ട്. നമ്മുടെ ഡാം ഇതാണ്. അപ്പർ സൈഡാണ് ഡാം. ഓ, അത്രയ്ക്ക് അറിഞ്ഞൂടാ. ഞാൻ വന്നിട്ടില്ലടാ, ഫസ്റ്റ് ടൈം. ഞാൻ ഫസ്റ്റ് ടൈം. എത്ര കിലോമീറ്റർ അരികരന്ന് 15 കിലോമീറ്ററിന്റെ അകത്തുള്ള സ്ഥലത്ത് വന്നിട്ടില്ലെന്ന്. ഇല്ല, ഞാൻ കഴിയാൻ മതി പുറത്ത് തന്നെ പോയിട്ടുണ്ട്, ഇവിടെ അത്ര വന്നിട്ടില്ല. കന്യാകുമാരി പുറത്ത് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. എത്ര ഡിസ്ട്രിക്റ്റ് പോയിട്ടുണ്ട്, ഏതൊക്കെ മാവട്ടം കവർ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ പോയി, ഇതിൽ പോയത് കുറെ അടുത്ത് പോയി. വാവ് വാവ് വാവ്. അകത്ത് കയറ്റി വിടത്തില്ല ഗൈസ്. ഇതാണ് തുറക്കണതിൻ്റെ സംഭവം കേട്ടോ. മറ്റേ എന്തിനും 25 കൊടുത്തിട്ട് ഇവിടെ വരാം. ഡാം ഇതാണ്. അവിടെ വിടൂലാണ് ആ പാലത്തിൽ. എന്തിനു പറയാനുണ്ട്, 25 കൊടുത്തിട്ട് അവിടെ നടക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനടേ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതല്ല, 25 കൊടുത്തിട്ട് ഇവിടെ മാത്രമല്ല, അവിടെ കാണാനുള്ളത്. എവിടെ പോയാലും ഡിസപ്പോയിൻമെന്റ്. വെൺമടി പോയാലും കോടയില്ലെങ്കിൽ എല്ലാം ഈ നാറി വരണം. നീ എപ്പോ വ്ളോഗും പിടിച്ച് പോക്കണോ അന്ന് തന്നെ ഒരു ഇതില്ല. നോട്ട് ഇറ്റ് വ്ളോഗ് എടുക്കണുണ്ട്. അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഇവനെ ട്രോൾ മെറ്റീരിയൽ ആക്കുക. യൂട്യൂബേഴ്സ് പ്രശ്നമില്ല, നിന്നെയാണ് പേടിയുണ്ടല്ലേ യൂട്യൂബേഴ്സ്? പറടാ, പേടിയുണ്ടല്ലേ? മലയാണ് കേറാൻ പോകുന്നത്. വീട്ടിൽ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ പേച്ചിപ്പാറ. നടന്ന് ഉപ്പാടളവി. സോ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇത്ര ടൈം വരാനുണ്ട്. ഇന്ന് പൈസ ഇല്ല, ഒന്നുമില്ല, 2 പേര് ഒന്നുകൊണ്ട് പോണില്ല. ഒരു പീസ്ഫുൾ അഴകാനിടം. നമ്മളെ കന്യാകുമാരിയിൽ പറയാം ഒരു ജമ്മ്. ഇതേപോലെ തന്നെ പെരിഞ്ചാണി ഇത്ര ഇല്ലേ? ഇവിടെ ഇപ്പം ഈ ഇടയ്ക്കാണ് എവിടെയും ഡാമിന് വെള്ളം തുറന്നിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ചൂട് ഭയങ്കര. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പോയി നോക്കാം. അല്ല, അല്ലെങ്കിൽ അത് പൂട്ടില്ലേക്ക്. ഇത് നമുക്ക് റൈറ്റ്. പോകുമ്പത്തിൽ എവിടെ നിൽക്കാം? കാണൂല വലുതാ. പിന്നെ വാ, മര വരപ്പം പേടിക്കാതെ ബ്രോ. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തത് പഴമ അവസ്ഥ. യെസ്, ഇത് താണ്ടി പോകാൻ പറ്റത്തില്ല. മതിൽ കെട്ടി വെച്ചിരിക്കണം. എവിടെ? ഓ, അവിടെയാണ് ബോട്ടിങ്. ബോട്ടിങ് വരണമെങ്കിൽ അപ്പർ സൈഡാണ്. അതാ, അവിടെയാണ് ബോട്ടിങ് കാണണം. അവിടെയാണ് ബോട്ടിങ്. ബോട്ടിങ്ങിന് 600 രൂപ ഇല്ലാടേ. ഒരു സിംഗിൾ പേഴ്സൺ ആയാലും 8-9 പേരായാലും 600 രൂപ ബോട്ടിങ് കറക്റ്റാണ്. ഉള്ള ഇവിടുത്തെ വ്യൂ നോക്കടാ.
എൻ്റെ മോൻ. ഓ നല്ല വ്യൂടെ. ഇവിടെ നല്ല വ്യൂ ആണ്. നടന്ന് ഏറെക്കിന്. നീ നടന്നേ നീ? ഇല്ല, ഞാൻ പിന്നെ ഇത്ര ബൈക്കിൽ നോക്കും. വല്ലപ്പോയി ഇങ്ങോട്ട് പോമാ, അവിടെ നോക്കാം. ഗൈസ്, നമ്മൾ അങ്ങ് മെയിൻ സെൻറ്ററിൽ പോകാൻ വിടണില്ല, ആ ഡാമിൻ്റെ മെയിൻ സെൻറ്ററിൽ. സോ അത്രയ്ക്ക് വീഡിയോ ക്യാപ്ചർ ആകാൻ പറ്റുന്നില്ല. ഇല്ലടേ, വേറെ വഴിയില്ല. സാംസങ് കൊണ്ടൊക്കെ കയറുന്നു. അതാണ് ആ ഡാമിൻ്റെ സെൻറ്റർ. സെൻറ്ററല്ല, ഐ മീൻ ആ വാക്ക് വേ അവിടെ വിടണില്ല. എന്തോ സേഫ്റ്റി ഇതായിരിക്കും. പക്ഷെ വെള്ളം നല്ല കൂടിയിട്ടുണ്ട്. കുറവാ. ഇല്ല, ഈ ഇടയ്ക്ക് തുറന്നല്ലോ മഴ പെയ്ത്. അതോട് കുറവ്. ഇതിൻ്റെ അപ്പുറ സൈഡല്ലേ കോതയാറ് അപ്പുറത്ത്. ഇതിൻ്റെ ഇതിനെ നമ്മൾ കോതയാറ് കണ്ടില്ലേ? പിന്നെ ഫോട്ടോ എടുക്കാൻ അത്ര വ്യൂ ഒന്നുമില്ല. അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാനേ പറ്റുള്ളൂടാ ഒരിടത്തിലും. പോമാ കാലെങ്കിൽ നനയ്ക്കാം. ഇല്ല, ഗേറ്റ് കൂട്ടി നോട്ടലോട്. വെള്ളം ഇവിടെയൊക്കെ വരുമോ? ഉണ്ട്. എപ്പം എന്തൊക്കെ പാത്രം മതി ചൊല്ലാതെ പതിനെട്ടുണ്ടെന്ന് പത്രത്തിൽ ഫോട്ടോ ഇട്ടിരുന്നു. ഇത്ര അടി ഇതായിരുന്നു നോക്ക്. അതിൽ എത്രയുണ്ട് പറഞ്ഞെനിക്ക്? 48 എന്തോ അടിയാണത്. 48 അടി മൊത്തം അവിടെ പേച്ചിപ്പാറ. അതിലിപ്പോൾ 48 ഇല്ല. ഇപ്പം ഇല്ല, 48 എന്നാണ് ടോട്ടൽ അടി. അത്ര 45-6 വരെ എന്ത് വിചാരിച്ചു നോക്കും. അവിടെയൊക്കെ എന്ത് അടി താഴെ കാണും. ഒരു ടൈറ്റാനിക് കപ്പലിൻ്റെ അത്ര ഇല്ല. വല ചേച്ചിരിക്കുന്നു. എത്ര ഒരു ഈ ആലമരത്തിൻ്റെ കടലേ ഇല്ലടാ. എന്നാലും ബ്രോ, ഡേഞ്ചറാണ് അവിടെ. ഇങ്ങോട്ട് എടാ വിഴുന്ന് കിടക്കണ്ട. നമുക്ക് ഇത് അഡ്മിഷൻ ഇല്ലാതെ ഗേറ്റ് പൂട്ടി വെച്ചിരിക്കുന്നു. അവൻ പോണേ. കമോൺ. നീരജ് ബ്രോ എവിടെ പോണേ? 4 കാലും വാലും ഒരേ പോയി. അതിന് ഒരു അതെന്തരടേ റെക്സിഷൻ എന്തേലും തടയ, അതിനൊരു തടയുമില്ല. അതില്ല സംഭവം. അതിന് നമുക്ക് മാത്രമല്ല, അതിന് മാത്രം നമുക്ക് എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഇവിടത്തെ വീഡിയോ ഇത്ര തന്നെ കഴിച്ചു, വേറെ ഒന്നുമില്ല. മുല്ലപ്പെരിയാർ പോയി ഡാമിന്റെ നടുക്കിരുന്നു എല്ലാ ഡാമും ഒന്ന് നിരീക്ഷിക്കാമോ? എല്ലാവരും വിസിറ്റ് ചെയ്താലോ? സൂപ്പർ ആയിരിക്കും. എന്നാ ഇവിടെ തുടങ്ങണം. ഫസ്റ്റ് പേജ് പറ തുടങ്ങി. നമ്പർ 1 ഡാം പേജ് പറ. അടുത്ത പെരിഞ്ചാണി, അടുത്ത ചിറ്റാറ് 2, അങ്ങനെ മാമ്പളത്തുറൈ. ഇടുക്കിയിലപ്പോ ഇവിടെ വിടുകയില്ലല്ലേ ആൾക്കാരെ ഇങ്ങോട്ട്? ഇതേപോലത്തെ ഇല്ലല്ലോ, വിടൂലല്ലോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ പേച്ചിപ്പാറ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പെരുതായിട്ട് കാണാൻ ഒന്നുമില്ല, അകത്തോട്ട് വിട്ടിട്ടില്ല. സോ ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്രണവ് വ്ളോഗ്സ്. അപ്പോൾ ബ്രോ വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.